അവരെ കോട്ട് ചെയ്ത് ഇന്ത്യ ടുഡേ ആ വീക്കിലിക്കകത്ത് അവരുടെ വെബ്സൈറ്റിനകത്ത് വന്ന പ്രസ്താവനയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം ഇത്. അതായത് ഇത് കംപ്ലീറ്റ് പാകിസ്ഥാൻ്റെ നെറ്റ്വർക്കാണ്. അവരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇതേപോലെയുള്ള ഒരു ഓപ്പറേഷൻസ്, അതായത് അവിടുന്ന് വന്നവരും അവിടുന്ന് ട്രെയിൻ ചെയ്തവരും സാമ്പത്തികമായി സഹായം കിട്ടിയവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം ഈ ഒരു ബ്ലാസ്റ്റിന് സാധ്യത കൂടുതലാണ്. ഈ 2 മേജർ ജനറലും പാകിസ്ഥാൻ, ഈ പറയുന്ന ഇന്ത്യയുടെ കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീരിലെ ആൻറ്റി ടെറർ ഓപ്പറേഷൻസിൽ സീരിയസ് ആയിട്ട് പങ്കെടുത്തിട്ടുള്ള അതിനെപ്പറ്റി അവർ വിദഗ്ധമായിട്ടും വെൽ സ്റ്റഡീഡാണ്. അവരാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ ഒരു ചിറ്റാറ്റിൽ പറഞ്ഞ പോലെ ആ പോയിന്റോട്ട് കടക്കാം. മനസ്സിലാക്കുക, പാകിസ്ഥാൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിന് വേണ്ടി ഇന്ത്യയുടെ മുന്നിൽ തയ്യാറെടുക്കുകയാണ്. അത് മറ്റുള്ള റിപ്പോർട്ടുകൾ പ്രവീൺ സാനി പറയുന്നു, മറ്റുള്ളവർ പറയുന്നു, ഇന്ത്യൻ എക്സ്പേർട്ടുകൾ പറയാൻ തുടങ്ങി. അതേപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള വാർ എക്സ്പേർട്ടുകൾ, കോൺഫ്ലിക്റ്റ് ടെറർ എക്സ്പേർട്ടുകളും പറയാൻ തുടങ്ങി. പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഫുൾ ഫ്ലെഡ്ജായിട്ട്. പല ഫ്രണ്ടും അത് ഓപ്പൺ ചെയ്യും. ആ രീതിയിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഫുൾ അലേർട്ടിലാണ് പാകിസ്ഥാൻ.